ഹായ് നമസ്കാരം, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് വെട്ടിമറ്റത്തുള്ള ഓയിൽ പാം ഇന്ത്യയുടെ എണ്ണപ്പനത്തോട്ടത്തിലാണ്. നമസ്കാരം. നമ്മുടെ പ്രിയ സുഹൃത്താണ് ജേക്കബിനൊപ്പമാണ് നമ്മളിന്ന് വെട്ടിമറ്റത്തുള്ള എണ്ണപ്പനത്തോട്ടം കാണാൻ പോകുന്നത്. ഓക്കെ, പോവാം. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലുള്ള വെട്ടിമറ്റത്തിലാണ് ഈ എണ്ണപ്പനത്തോട്ടം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് എണ്ണപ്പനത്തോട്ടങ്ങളുടെ പ്ലാന്റിംഗ് ആരംഭിച്ചത് അന്നത്തെ മലേഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. 1974 ശേഷമാണത്. പാമ്പുണ്ടോ നോക്കി പോകണം. പാമ്പ് നമ്മൾ എണ്ണപ്പനത്തോട്ടത്തിൻ്റെ അകത്തൂടെ നടക്കുകയാണ്. മുട്ടോളം പുല്ലൊക്കെ ഉണ്ട്. ഓരോ എണ്ണപ്പനയുടെയും അതിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഉയരം മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നല്ല ഉയരത്തിലാണ് ഓരോ എണ്ണപ്പനയും ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് വെട്ടിമറ്റത്തുള്ള എണ്ണപ്പനത്തോട്ടം. അത് നമ്പർ ഇട്ടേക്കണം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. 132, 133 അങ്ങനെ ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10-15 ഏക്കർ കാണും. ഇതാണ് ഇതിൻ്റെ 132ാമത്തെയാണ്. മറ്റേത് പോകുമ്പം 133 അങ്ങനെ പോകുന്നത്. ഇത് ശരിക്കും പാമോയിൽ ഉണ്ടാക്കാൻ വേണ്ടി, ഇത് സർക്കാരിൻ്റെയാണ്. ഇത് പാമോയിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണപ്പന കയറുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിലൂടെ നമ്മൾ ചവിട്ടി കയറിയിട്ട് ഇവിടെ നിന്ന് എണ്ണക്കുരു കളക്ട് ചെയ്ത് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ എണ്ണപ്പനയുടെ മുകളിലേക്ക് കയറിയാണ്. ഒരുപാടൊന്നും കയറണ്ട, അതൊക്കെ ഇറങ്ങി പോരാട്ടോ. എണ്ണക്കുരു ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കൂടിയ കൂട്ടിലല്ലേ ജേക്കപ്പേ, നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ നിറച്ച് ഏക്കർ കണക്കിന് എണ്ണപ്പനയുണ്ട്. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദൃശ്യം, രസതന്ത്രം, അമേരിക്കൻ്റെ ഒരു കുഞ്ഞാട്, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്കുണ്ട്. നല്ല തണലാണ്, നല്ലൊരു അന്തരീക്ഷം. ഇത് ഒടുങ്ങി കിടക്കണ ഒരു പന ഇവിടെ കിടപ്പുണ്ട്. അതിലൂടെ നമ്മൾ യാത്ര. കാരണം ജേക്കപ്പ് കണ്ടില്ല, ഇത് കണ്ടില്ല, പുല്ലൊക്കെ മാറ്റി വളരെ കഷ്ടപ്പെട്ട തന്നെ. മുട്ടോളം പുല്ലുണ്ട് ഇവിടെ. പാമ്പ് കടിക്കാതെ നോക്കണം ജേക്കപ്പേ. കൂടുതൽ എണ്ണപ്പനത്തോട്ട കാഴ്ചകളുമായിട്ട് ജേക്കപ്പിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ ജേക്കപ്പേ, ഇപ്പോൾ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. നമ്മൾ എണ്ണപ്പനത്തോട്ടമാണ് ചുറ്റും. ഇതൊക്കെ ചെറിയ എണ്ണപ്പനയാണല്ലേ, ചെറുതായിട്ട്, അതായത് നട്ടിട്ടേ ഉള്ളൂ. നട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ എണ്ണപ്പന ചെറിയ മരമാണ്. ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ എണ്ണപ്പന കുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തൈയാണ് ഇത് മൊത്തം. അപ്പോൾ ഇതിൽ കണ്ടോ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഈ കുരുവാണ് ശരിക്കും പാമോയിലായിട്ട്, നമ്മുടെ പാമോയിൽ എന്ന് പറയുന്ന എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കുരുവിൽ നിന്നാണ്. വെട്ടിമറ്റത്തുള്ള പാമോയിലിൻ്റെ ഒരു കേന്ദ്രം. അപ്പോൾ എണ്ണപ്പനത്തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടു. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു തേക്കും കൂപ്പുണ്ടെന്നാണ് ജേക്കബ് പറഞ്ഞത്. നമ്മുടെ എണ്ണപ്പനത്തോട്ടത്തിന് മുമ്പിലുള്ള കവലയാണിത്. ഒരുപാട് ചിത്രങ്ങളിലൊക്കെ ഗ്രാമപ്രദേശമായിട്ട് സെറ്റ് ഇടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു സ്ഥലമാണ്. നാട്ടിൻപുറത്തെ കവലകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ചിത്രങ്ങളിൽ ഈ കവല കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വ്ളോഗുമായി വരും ദിവസങ്ങളിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ. ഇപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എണ്ണപ്പനയുടെ മുകളിലേക്ക് കയറിയാണ്. ഒരുപാടൊന്നും കയറണ്ട, അതൊക്കെ ഇറങ്ങി പോരാട്ടോ.